ത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഇടങ്ങളിൽ ഒന്നായ മാനവീയം വീഥിയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. കെ മുരളീധരനായിരുന്നു. മാനവീയം സാംസ്കാരിക ഇടത്തെ അധിക്ഷേപിച്ച കെ മുരളീധരനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരുന്നുണ്ട്. മുരളീധരന്റെ പ്രസ്താവന കലാകാര ആസ്വാദക സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും മുരളീധരൻ ഈ പരാമർശം പിൻവലിക്കണമെന്നും മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവ് ആവശ്യപ്പെട്ടു. പ്രസ്താവനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. സുലേഖ ശശികുമാറാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ഗുഡ് മോർണിംഗ് സുലേഖ. ഗുഡ് മോർണിംഗ് കാവ്യ. ഒരുപക്ഷെ ഞാനും സുലേഖയും അടക്കമുള്ളവർ ഇവിടെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഒഴിവ് സമയങ്ങൾ ചെലവിടാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ ഒന്നായിരിക്കും മാനവീയം വീഥി. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സാംസ്കാരിക ഫെസ്റ്റിവലുകൾ ഓരോന്ന് നടക്കുമ്പോഴും മാനവീയം വീഥി അതെങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നത് നമ്മളൊക്കെയും നേരിട്ട് കാണാറുള്ളതാണ്. ആ മാനവീയം വീഥിയെക്കുറിച്ച്, അവിടെ എത്താറുള്ള ആസ്വാദകരെക്കുറിച്ച്, ഈ സൗഹൃദങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ കുറിച്ചാണ് അങ്ങേയറ്റം മോശമായ പരാമർശം കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വലിയ പ്രതിഷേധമാണോ ഉണ്ടാകുന്നത് സുലേഖ? തീർച്ചയായും കാവ്യ, ഈ കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതിഷേധങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, നേരത്തെ കാവ്യ പറഞ്ഞതുപോലെ തന്നെ ഈ മാനവീയം തെരുവിടം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാന സാംസ്കാരിക ഇടങ്ങളിലൊന്ന് ആണ്. നേരത്തെ കാവ്യ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ തന്നെയും ഈ നമ്മളുടെ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ, അത് സുഹൃത്തുക്കളുമായി ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ ഒന്നായി ഇപ്പോൾ മാനവീയം വീഥി മാറിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാൻ കഴിയും. അത്രത്തോളം മനോഹരമായ രീതിയിലാണ് മാനവീയം വീഥി ഒരുക്കിയിട്ടുള്ളത്. സ്മാർട്ട് റോഡാണ് ഇവിടെയുള്ളത്. അതിനൊപ്പം തന്നെ കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രമാണ് മാനവീയം വീഥി എന്ന് പറയുന്നത്. ഈ മാനവീയം വീഥിയാണ് വലിയ രീതിയിൽ മോശം പരാമർശത്തിലൂടെ, വലിയ കടുത്ത ഭാഷകളിലൂടെ തന്നെ കെ മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി, കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ അധിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ രാത്രികാലങ്ങളിൽ നടക്കേണ്ട, ഇൻഡോറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഔട്ട്ഡോറിൽ നടക്കുന്നു എന്നുള്ളൊരു പരാമർശമാണ് കെ മുരളീധരൻ ഇന്നലെ ഒരു കോൺഗ്രസ് പരിപാടിയിൽ നടന്നത്. ഈ നഗരത്തിലെ റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺഗ്രസ് സംഘടിപ്പിച്ചൊരു പരിപാടിയിലായിരുന്നു കെ മുരളീധരൻ്റെ ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മാനവീയം വീഥിയുടെ കൾച്ചറൽ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്. അത് കലാകാരന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഇന്നലെ മാനവീയം വീഥിയിൽ തന്നെ ഒരുക്കിയത്. ഈ പ്രസ്താവന പിൻവലിച്ച് കെ മുരളീധരൻ ഇത്തരത്തിലുള്ളൊരു ഈ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു കളക്റ്റീവിൻ്റെ ആവശ്യം. ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യമാണ് കളക്റ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘാടകർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി, ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയും ഇത്തരത്തിലുള്ള പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത് യുവജനങ്ങളും ഒപ്പം പ്രായമായവരൊക്കെ തന്നെയും പ്രായഭേദമന്യേ മാനവീയത്തിലെത്തി സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുന്ന, ഈ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സംഭവം, അതായത് ഈ മുരളീധരൻ്റെ ഈ പ്രസ്താവന എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ സീമകളെയും, അത്തരത്തിലുള്ള എല്ലാ പരിപാടികളെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ എന്നാണ് ഡിവൈഎഫ്ഐ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്കറിയാം, മാനവീയം എന്ന് പറയുന്നത് വലിയ രീതിയിൽ സാംസ്കാരിക പരിപാടികളൊക്കെ തന്നെ നടക്കുന്ന, തലസ്ഥാനത്തിൻ്റെ ഏത് പരിപാടികൾ നടക്കുമ്പോഴും അതിൻ്റെ ഒരു ഭാഗമായി മാനവീയം വീഥി മാറുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ളൊരു കാഴ്ച നമുക്കുണ്ടായിരുന്നു. കേരളീയം പോലുള്ള ഓണാഘോഷം പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നടക്കുന്ന സമയത്ത് മാനവീയം വീഥി കൂടി അതിൽ പ്രധാന വേദിയാകുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു മാനവീയം വീഥിയാണ്, സാംസ്കാരിക ഇടത്തെയാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഇന്നലെ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇതിൽ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. സാംസ്കാരിക പ്രവർത്തകർ, ഒപ്പം രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെയും ഈ കെ മുരളീധരന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് സുലേഖയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പ്രതിഷേധമല്ലാതെ മറ്റൊന്നും ഈ ഒരു വിഷയത്തിൽ മറ്റൊരു അഭിപ്രായമില്ല. അവിടെ എത്തുന്നവർക്ക് രാവിലെ വിജിന്റെ ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ മാനവീയം വീഥിയിൽ എത്തുന്നവരെല്ലാവരും വലിയ
തോതിലുള്ള പ്രതിഷേധം ഇന്നലെ രാത്രി തന്നെ ഈ ഒരു കൂട്ടായ്മയുടെയും പശ്ചാത്തലം ഇല്ലാതെയൊക്കെയും എത്തുന്ന കുടുംബത്തോടുകൂടി സുഹൃത്തുക്കളോടുകൂടി അവിടെ ചെലവഴിക്കാൻ എത്തുന്നവരുണ്ട്. അവർ ഓരോരുത്തരും വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന സമയം കൂടിയാണ്.